ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞങ്ങൾ ഇന്ന് മലയാറ്റൂർ പോവാട്ടോ. ഞാൻ കുറേ വട്ടം മലയാറ്റൂർ പോയിട്ടുണ്ടെങ്കിലും മുകളിൽ പള്ളിയിലൊന്നും പോയിട്ടില്ല, മലയൊന്നും കയറിയിട്ടില്ല. അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് പറ്റാവുന്നിടത്തോളം മല കയറാമെന്ന് പ്ലാനിലാണ് ഇറങ്ങിയേക്കുന്നത്. അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ പോകുന്ന വഴിക്ക് റിച്ചുവിനൊരു ബുക്ക് വാങ്ങിച്ചിട്ടോ. അപ്പം എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചു ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിന് റിച്ചുവിൻ്റെ കളറിംഗ് ബുക്ക് കാണിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ഇത് ഞാൻ കളർ ചെയ്തോണ്ടിരുന്നടാ, വെയിറ്റ് ചെയ്താണ്. ഇത് കണ്ടാ ഭയങ്കര എനർജറ്റിക് ആയിട്ട് മല കയറാൻ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയ ഞങ്ങൾ കുഴിമന്തി കഴിച്ചിട്ട് മല എന്തായാലും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഞാനിത് ഫുള്ള് കയറുന്നു കേട്ടോ. അമ്മ നമ്മളൊരു 6 മിനിറ്റ് ആയി കാണുമല്ലേ നടക്കാൻ തുടങ്ങിയിട്ട്. അമ്മ ക്ഷീണിച്ചു. ഈ കയറ്റം എങ്ങനെ കയറും? എഴുന്നേറ്റോ. ഒന്നാം സ്ഥാനം ഇപ്പൊ എത്തും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ല. എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. മോനേ ഉള്ളു സത്യം പറയുന്ന അമ്മേനോട്. ഇനി നമുക്ക് എത്രയും കയറാനുണ്ട്. ഇതുവരെ ഒന്നാം സ്ഥലം എത്തിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ മലയാറ്റൂർ വരുന്നത്. കുറേ അടുത്ത് ഇരുന്നിരുന്നാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അങ്ങനെ എക്സസൈസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് നടക്കുമ്പം നമുക്കങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഹസ്ബൻഡിനും കൊച്ചിനും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടന്നു പോകുന്നുണ്ട്. ഞാനാണ് പെട്ടെന്ന് ടയേർഡായത്. വെള്ളം കുടിക്കുന്നതിലും നല്ലത്. എന്തിടാ തൊടല കടിക്ക് ദൈവമേ, ഇതുവരെ ഇങ്ങനെ ആരും മലയാറ്റൂർ കയറിയിട്ടുണ്ടാവില്ല. ബിസ്ക്കറ്റ്, ഓറഞ്ച്. എന്തായാലും വെള്ളം പക്ഷെ ഇച്ചിരി എടുക്കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് നടന്നിട്ട്? ടയേർഡായോ? നമ്മൾ കണ്ട് 2ാമത്തെ സ്ഥലം എത്തിയടാ. 1ാം സ്ഥലം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ 2ാം സ്ഥലം വെച്ചതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് അല്ലേ? 2ആയിരുന്നു എത്തിന്നുള്ളൊരു ഇതുണ്ടല്ലോ. എടാ താണ്ട അവിടെ 3. നമ്മള് മാത്രം. 5ാം സ്ഥലം എത്തിയില്ലല്ലോ നമ്മള്. റിച്ചു 4:30 ആയതേ ഉള്ളൂ. നമ്മള് 14 വരെ എത്തണം. 14 സ്ഥലം എത്തണം. ഇപ്പൊ നമ്മള് 4:30 സ്ഥലം എത്തിയതേ ഉള്ളൂ. എന്ത് തോന്നുന്നു? നമ്മള് 14 പള്ളിയിലെത്തുവോ? ഒരു വലിയ കുരിശൊക്കെ ഉണ്ട് അവിടെ. റിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഇഷ്ടായില്ല? തീർന്നു, തളർന്ന്, എനർജി പോയി. ഞങ്ങള് 4:30 സ്ഥലം വരെ എത്തി. ഇനി 14 സ്ഥലമുണ്ട്. റിച്ചു ടയേർഡായി. അമ്മ ഇനി 10 സ്ഥലം കൂടെ. റിച്ചു ടയേർഡായി. അമ്മ 1ാമത്തെ സ്ഥലം കഴിഞ്ഞപ്പോഴേ ടയേർഡായി. ഇപ്പൊ ആകെ എനർജി ഉള്ളത് പപ്പയ്ക്ക് മാത്രമാണ്. റിച്ചുവിന് എനർജി ഉണ്ടോ? 14 വരെ എത്താനുള്ള എനർജി ഉണ്ടോ? എന്നാ വാ, എഴുന്നേക്ക്.
അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ ഈസി ആയിട്ട് കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനെ ടയേർഡായിട്ട് നിൽക്കുന്നത്. ഞാൻ കാരണം അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒട്ടും പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാത്തതിൻ്റെ കഷ്ടപ്പാട് ഇപ്പോഴാണ് മനസ്സിലായത്. അവർക്കുമായിരുന്നു വീട്ടിൽ ചെന്നിട്ട് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നടക്കാൻ പോകണമെന്ന്. അയ്യോ, ഒട്ടും നമ്മളീ പകുതി വരെ നടന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ. ഇത്രയും നടന്നതിൻ്റെ അത്രയും മതിയായിരിക്കും ഇനിയും കയറാനായിട്ട്. ഇനിയിപ്പം മല കയറുമോ എന്നറിയത്തില്ല. അപ്പോൾ പകുതി വരെ കയറുമ്പം ജസ്റ്റ് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ മേളി വരെ കയറാം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റുന്നില്ല. എന്നാലും നോക്കണം. 5 ആയതേ ഉള്ളൂ. അവർ കയറി പോന്നു. അവർ 6-ൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അവർ കയറി പോകുന്നുണ്ട്. നടന്നു വന്നപ്പം 8 കണ്ടു. 8-ാം സ്ഥലം. ഞാൻ 6ഉം 7ഉം സ്ഥലം കണ്ടില്ല. അപ്പോൾ 5 കഴിഞ്ഞിട്ട് 6 പ്രതീക്ഷിച്ച് വന്നിട്ട് 8 കണ്ടപ്പം ഭയങ്കര സന്തോഷം. ഞങ്ങൾ 2 കുപ്പി വെള്ളം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പകുതി ആയപ്പോൾ തന്നെ ഞങ്ങൾ 3 പേരും കൂടെ 1.5 കുപ്പി വെള്ളം കഴിഞ്ഞ്. ഇനി 1/2 കുപ്പി വെള്ളമേ ഉള്ളൂ. പിന്നെ വരുന്ന വഴിക്ക് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം പിടിച്ചു. കണ്ട 8-ാമത്തെ സ്ഥലം. 6ഉം 7ഉം എനിക്ക് തോന്നുന്നു ഈ വഴി വന്നാലേ കാണാൻ പറ്റുമായിരുന്നു തോന്നുന്നു. ഞങ്ങൾ അതിൻ്റെ തൊട്ടിപ്പുറത്തോടെ വന്നുകൊണ്ടാണോ അതോ താഴെ നോക്കി നടന്നുകൊണ്ടാണോ 6ഉം 7ഉം കണ്ടില്ല. പക്ഷേ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങോട്ടൊക്കെ നല്ല മലയൊക്കെ കാണാൻ പറ്റും. കുഴിയാന. ഇതാണ് മോനെ ഇന്നാൾ അമ്മ കാണിച്ചു തരാന്ന് പറഞ്ഞില്ല. ഇത് 8-ാം സ്ഥലം. അവിടെ 9-ാമത്തെ ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും പെട്ടെന്ന് എത്തുമെന്ന് തോന്നുന്നു. 8ഉം 9ൻ്റെയും ബോർഡ് അടുത്തടുത്താണ്. അപ്പം ബാക്കി ബോർഡുകളും അടുത്ത് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വേണ്ടല്ലോ. അങ്ങനെ നമ്മൾ 10-ലെത്തി. 10ൻ്റെ തൊട്ടപ്പുറത്ത് 11 കാണാൻ പറ്റും. പക്ഷേ 11 വരെ നടക്കാനുള്ള ശേഷിയില്ല. ഇപ്പം സമയം 4:05. 4:30 ആവുമ്പോൾ നമ്മൾ പള്ളിയിലെത്തണം. എത്തത്തില്ലേ? എഴുന്നേക്കണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എനിക്ക് തിരിഞ്ഞിറങ്ങാനുള്ള ഇച്ചിരി പോലും ശക്തിയില്ല. എത്തിയോ മോനെ? ഇച്ചുമോനെ നമ്മൾ എത്തിയടാ. അങ്ങനെ നമ്മൾ കുന്നും മലയും താണ്ടി ഇങ്ങനെ സ്റ്റെപ്പ് എത്തി. ഇനി അങ്ങോട്ടെല്ലാം സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു പള്ളിയുടെ സൈഡ് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ പൊന്നി വെച്ചാൽ നമ്മളിതെങ്ങനെ ഇറങ്ങി താഴെ എത്തും? ആ, പ്രജിത മിസ്സിനും പിന്നെ ആർക്കൊക്കെ അയക്കണ്ടേ? ആരൊക്കെയായിരുന്നു ഫ്രണ്ട്സ്? സാംവേദ്, സാത്വിക്, ജെറോം, ആന്റണി, പിന്നെ യോഹൻ. അങ്ങനെ എത്തി. മലയാറ്റൂർ മലയും കേറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവഴി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. മലയാറ്റൂർ മലയും കേറി ജനകോടികളെത്തുന്നു. അവിടുത്തെ
തേൻ തുള്ളി തൂവും നിമിഷമേ മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ. ഇവിടെ മേളിൽ കയറിയപ്പോ ഹാപ്പി ആയോ? ഹാപ്പി ആയി. ഒരടിയോളം കൊമ്പോ തുളഞ്ഞു കയറിയതിൻ്റെ പാടുകൾ കാണാം. ഇവിടെ ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഭയങ്കര ടയേർഡായിട്ടായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു. പക്ഷേ മേളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫുൾ ക്ഷീണം പോയത്, ഒരു ഒറ്റയടിക്ക് ക്ഷീണം ഫുൾ പോയൊരു ഫീലാണ്. ഒരു കയറുന്ന വഴിക്ക് അത് നെഞ്ചെടുപ്പും തല കറങ്ങുന്നോ നെഞ്ചെടുപ്പാണോ അങ്ങനെ എന്തൊക്കെയോ ഫീലായിരുന്നു. പക്ഷേ മേളിൽ കയറി പള്ളിയെല്ലാം കണ്ടിവിടുത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം മാറി. ഭയങ്കര അടിപൊളി, ഭയങ്കര പോസിറ്റീവ് ആംബിയൻസ്. ഇവിടെ ഫുൾ മങ്കീസാണ്. നമ്മൾ പൊന്നിൻകുരിശ് കണ്ടു, ആന കുത്തിയ പള്ളി കണ്ടു. അവിടെ തൊട്ടടുത്ത് ഫുൾ മങ്കീസാണ് ഇവിടെ എല്ലാം. ഇവിടെ എല്ലാം ഫുൾ മങ്കീസാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് അല്ലേ റിച്ചു? ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. പക്ഷെ മറ്റേ സീസൺ ടൈമിൽ ഭയങ്കര തിരക്കായിരിക്കും ഇല്ലയോ? അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പള്ളിയുടെ മേളിൽ കയറും. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കുറേ പ്രാവശ്യം അടിവാരത്ത് വന്നിട്ടുണ്ട്. മറ്റേ ക്രിസ്മസിൻ്റെ സമയത്ത് നക്ഷത്ര തടാകമൊക്കെ ഉണ്ടാവുമ്പം അത് കാണാൻ വേണ്ടി എല്ലാ പ്രാവശ്യം വരുമായിരുന്നു. പക്ഷേ ഇതുവരെ ഇവിടെ മേളിലോട്ട് കയറിയിട്ടില്ല. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് നമ്മളങ്ങനെ ഒട്ടും നടക്കാത്തതുകൊണ്ട് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഫുൾ സെറ്റായിട്ടാണ് വന്നത്. 2 കുപ്പി വെള്ളം, കരിക്കും വെള്ളം, ഫ്രൂട്ടി പാക്കറ്റ്സ്, ഓറഞ്ച്, നട്ട്സ്, മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ്, ചീസ് ബിസ്ക്കറ്റ്, സ്നിക്കേഴ്സ്, ആപ്പിൾ, ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ സർവ്വ സജ്ജീകരണമായിട്ടാണ് വന്നത്. പിന്നെ ഇടയ്ക്കെല്ലാം ഇരുന്ന് വന്നോണ്ട്, പക്ഷെ ഒരു പകുതി ആയപ്പോഴത്തേക്കിനും ആകെ ടയേർഡായി, കയറാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും കയറാൻ പറ്റി. വിക്ടറി കാണിക്കടാ, വിക്ടറി നമ്മൾ കയറിയെന്ന് കാണിക്കടാ. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ലടാ നീ ഇത്രയും കയറുന്നു. ഗുഡ് ബോയ്, വെരി വെരി ഗുഡ്. ആദ്യം ഞാൻ ഓർത്തു നീ ആയിരിക്കും ടയേർഡ് ആവുന്നതെന്ന്. എന്നിട്ട് റിച്ചു ടയേർഡായില്ല, ചാച്ചനും ടയേർഡായില്ല, ഫുൾ ടയേർഡായത് ഞാനായിരുന്നു. അമ്മ ഫുൾ ടയേർഡായിരുന്നു. അമ്മ 1ാം സ്ഥാനം എത്തിയപ്പോഴേ വയ്യാണ്ടായി. അത് ചാച്ചൻ ഉണ്ടായണ്ട. ചാച്ചൻ
ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം കേറുന്നില്ല പറഞ്ഞു. എന്റെ ചെരുപ്പും ശരിയല്ലായിരുന്നു. അപ്പൊ ഇനി ഞാൻ ബാക്കി പോവാം. ഇനി അങ്ങ് താഴെ വരെ എത്താനുണ്ട്. ഡയലോഗൊക്കെ അടിച്ചിരിക്കുക. ഇപ്പൊ സമയം 5:30 പാറക്കല്ല് നോക്കല്. ഇപ്പൊ സമയം 6 മണിയായി. 6 മണി. ഇനി കുറച്ചും കൂടെ ഉള്ളു. കയറിയതിൻ്റെ അത്രയും പാടില്ലായിരുന്നു ഇറങ്ങാൻ. ഇറങ്ങുമ്പം കാലിന് കുറച്ച് പിടുത്തം ഉണ്ടായിരുന്നേ ഉള്ളു. പക്ഷെ എടാ നമ്മുടെ സാധാ അണ്ണാനല്ലത്. റിച്ചു നിന്റെ ഓറഞ്ച് തിന്നാൻ വരും കേട്ടോ. എടുക്കാൻ